ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ വെളിപ്പെടുത്തലിൽ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഇടത് സർക്കാർ നിലപാടിനെതിരെ മഹിളാ കോൺഗ്രസ് നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടി സ്വാഗതാർഹമാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി വിജയൻ്റേത്. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 8 വർഷം പിന്നിടുമ്പോൾ നമ്മൾ 8 വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ പ്രവർത്തന കീഴിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ സഹോദരിമാർക്കുള്ളത് എന്ന് കൂട്ടിപ്പെടും. വീടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ സഹോദരിമാർക്കുള്ളത്. അങ്ങനെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മളെല്ലാം വളരെ ആരാധിക്കുകയും അതേപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നിരവധിയായിട്ടുള്ള ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർക്ക് നേരെ സ്ത്രീകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വെളിച്ചത്ത് വരുന്നത്. ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒട്ടേറെ നമ്മുടെ സിനിമാ നടികളായിട്ടുള്ള ആളുകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ ബിംബങ്ങളായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന നിരവധിയായിട്ടുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മയെല്ലാം അതിശയിപ്പിക്കുകയാണ്. നമുക്കറിയാം, സിനിമ വലിയൊരു മാധ്യമമാണ്. ആ മാധ്യമം ജനങ്ങൾക്ക്, സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം നൽകുന്നതായിരുന്നു. സിനിമയിൽ ഒരിക്കലും ഒരു മോശമായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് ഉണ്ടായിട്ടില്ല. സിനിമ ഏറ്റവും നല്ല സന്ദേശം നൽകുന്നതാണ്. സിനിമ ഏറ്റവും വലിയ സദാചാരത്തിന്റെ സന്ദേശം നൽകുന്നതാണ്. ആ സിനിമാ മേഖലയാണ് ഇന്ന് അഴുകി ചീഞ്ഞു നാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സിനിമാ മേഖല, ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖല തകരാൻ പാടില്ല. സിനിമാ മേഖല നിലനിൽക്കണം. 10,000-കണക്കിന് ആളുകളുടെ ഉപജീവനമാർഗം കൂടിയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അത് നിലനിർത്തുന്നതിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കഠിനമായ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്, നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറാകണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ നിർബന്ധിതമായി. അങ്ങനെ പുറത്തുവിട്ടപ്പോൾ 35 പേജുകൾ പുറത്തുവിട്ടിട്ടില്ല. ആ 35 പേജുകളിൽ എന്താണ് ഉള്ളതെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. യഥാർത്ഥ വില്ലന്മാർ ആ 35 പേജിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുകൂടി പുറത്തുവിടണം. അതുകൂടി കേരള സമൂഹത്തിന് അറിയണം. അങ്ങനെ പൂഴ്ത്തിവെക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് വളരെ കൃത്യമായി നമുക്കെല്ലാം അറിയാം. അങ്ങനെ സംരക്ഷിക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. മുകേഷ് CPM-ന്റെ നേതാവ്, MLA, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ശക്തമായ പ്രതിഷേധം അത് തെരുവിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ മുകേഷിന്റെ പേരിൽ കേസെടുക്കാനായിട്ട് സർക്കാർ തയ്യാറായി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അടവ് നയമായി മുകേഷിന്റെ പേരിൽ നടപടിയെടുക്കാനായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സർക്കാരിന്റെ നിലപാട് മാറുകയാണ്. മുകേഷിന്റെ പേരിൽ കേസെടുക്കുക മാത്രമല്ല, മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല, ഇവിടെ തീവ്രത ഇളക്കുന്ന ഒരു നേതാവുണ്ട്, PK ശ്രീമതി. PK ശ്രീമതി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ മന്ത്രിയാണ്, വലിയ നേതാവാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നയാളാണ്. PK ശ്രീമതി പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മുകേഷിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മുകേഷുമാരെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സർക്കാരിനെ കൊണ്ട് മുകേഷുമാരെ സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിരോധ നിലനിർത്താൻ ഞങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നാണ് കേരളം ഈ സമരത്തിലൂടെ ഈ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നത്. മഹിളാ കോൺഗ്രസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടായാലും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമരരംഗത്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്.
ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും അത്തരം കേസുകളിലെ പ്രതികളെ